Hi all nursing aspirants and welcome back to my channel. So നമ്മുടെ Norcet സീരീസിലെ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗ് തിയറിയിൽ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാമ്പിൾ കളക്ഷൻ ആണ്. സോ നമ്മുടെ പ്രീവിയസ് സെക്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തവരാണ് നിങ്ങൾ പ്ലീസ് ഡു വാച്ച് ദ വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ് ഇഫ് യു ഫൗണ്ട് ഇറ്റ് ഇൻഫോർമേറ്റീവ്. സോ നമുക്ക് നമ്മുടെ സെക്ഷനിലോട്ട് പോകാം. ക്ലിനിക്കൽ പ്രാക്ടീസിൽ മെയിൻലി നമ്മൾ 5 ടൈപ്സ് ഓഫ് സാമ്പിൾസ് ആണ് പേഷ്യൻ്റ് സൈഡിൽ നിന്ന് കളക്ട് ചെയ്യാറുള്ളത്. ബ്ലഡ്, സ്റ്റൂൾ, സ്പ്യൂട്ടം, യൂറിൻ ആൻഡ് CSF. ഇതിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ സെക്ഷനിൽ നമ്മൾ ബ്ലഡ് ആൻഡ് CSF സാമ്പിൾ കളക്ഷനെ പറ്റിയാണ് നോക്കുന്നത്. പേഷ്യൻ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഏത് സാമ്പിൾ കളക്ട് ചെയ്താലും നമുക്ക് 4 റൂൾസും അതുപോലെ തന്നെ കുറച്ച് ഗൈഡ് ലൈൻസും ഉണ്ട്. റൂൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് റൈറ്റ് സ്പെസിമെൻ, റൈറ്റ് എമൗണ്ട്, റൈറ്റ് ടൈം, റൈറ്റ് കണ്ടെയ്നർ. ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കളക്ട് അറ്റ് ദ കറക്റ്റ് ടൈം, ലേബൽ കറക്റ്റ്ലി, അവോയ്ഡ് കണ്ടാമിനേഷൻ, കറക്റ്റ് എമൗണ്ട് ഓഫ് സാമ്പിൾ, മെഡിക്കൽ ആൻഡ് സർജിക്കൽ അസെപ്സിസ് വെൻ ഇൻഡിക്കേറ്റഡ്, യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് ആൻഡ് ഒബ്സർവ് ദ സ്പെസിമെൻ കളക്റ്റഡ് ഫോർ കളർ, എമൗണ്ട് ആൻഡ് ഇറ്റ്സ് കൺസിസ്റ്റൻസി. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം, കളക്ഷൻ ഓഫ് ബ്ലഡ് സാമ്പിൾ. സോ ബ്ലഡ് സാമ്പിൾ നമുക്ക് 2 ടൈപ്സിൽ നിന്ന് വിഡ്രോ ചെയ്യാം, സെൻട്രൽ ലൈൻ ആൻഡ് പെരിഫറൽ ലൈൻ. ഇതിൽ 2 ടൈപ്സ് ഓഫ് ബ്ലഡ് സാമ്പിളിംഗ് സിസ്റ്റം ഉണ്ട്, അതായത് ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഓപ്പൺ സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിഫറബിൾ ഫോർ ബ്ലഡ് സാമ്പിളിംഗ്, കാരണം അതാണ് പ്രൂവൺ ടു ബി സേഫർ ആണ്, റെഡ്യൂസ് ദ റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ. ഇതൊരു സിംഗിൾ വെനി പങ്ക്ചറിൽ നിന്നും മൾട്ടിപ്പിൾ സാമ്പിൾസ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വാക്വം എക്സ്ട്രാക്ഷൻ സിസ്റ്റം. സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പൺ സിസ്റ്റം ഇൻക്ലൂഡ് ഹൈപ്പോഡെർമിക് നീഡിൽ ആൻഡ് സിറിഞ്ചസ് as well as winged steel needles attached to a syringe. The most common method എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പൺ സിസ്റ്റമാണ്. സോ അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ്, നമ്മളൊരു ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റെറൈൽ ടെക്നിക് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ദെൻ നമ്മൾ ടേർണിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 10 to 15 സെൻറ്റിമീറ്റർ എബോവ് ദ ഇൻസേർഷൻ സൈഡ്, എവിടെയാണോ നമ്മൾ വെനിപക്ഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് 10 to 15 സെൻറ്റിമീറ്റർ എബോവ് ആയിരിക്കണം ടേർണിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര വയൽ സാമ്പിളാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള നീഡിൽ സിറിഞ്ചും വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. സോ യു ഷുഡ് കളക്ട് ദ ബ്ലഡ് അപ്രോപ്രിയേറ്റ്ലി വിത്ത് ദ ഇൻഡിക്കേറ്റഡ്. അതുപോലെ തന്നെ വെനിപങ്ക്ചറിന് ശേഷം നിങ്ങൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ടേർണിക്കേറ്റ് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ നീഡിൽ സൈഡിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സ്റ്റെറൈൽ കോട്ടൺ വെച്ചിട്ട് 3 to 5 മിനിറ്റ്സ് ഡയറക്റ്റ് പ്രഷർ വെനിപങ്ക്ചർ സൈഡിൽ അപ്ലൈ ചെയ്യണം. അതിനുശേഷം പേഷ്യൻറ്റിനോടത് ഹോൾഡ് ചെയ്യാൻ പറയാം. ആൻഡ് ഇഫ് യു ആർ കളക്ടിങ് ബ്ലഡ് സാമ്പിൾ ഫ്രം എ സെൻട്രൽ ലൈൻ, ദെൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്ഡ്രോവിംഗ് ദ സാമ്പിൾ ദ ലൈൻ ഷുഡ് ബി ഫ്ലഷ്ഡ് വിത്ത് 5 to 10 ml ഓഫ് NS. അതായത് നിങ്ങൾ സെൻട്രൽ ലൈനിൽ നിന്നാണ് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രൊസീജിയർ നിങ്ങൾ 5 to 10 ml ഓഫ് NS വെച്ചിട്ട് ആ ലൈൻ ഫ്ലഷ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന വയൽസിനെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, സാമ്പിൾ കളക്ഷൻ വയൽസ്. ഇതിൽ നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ട്യൂബ്സിൻ്റെ നെയിമും അതിൻ്റെ കളർ കോഡിങ്ങും അഡിക്റ്റീവ് അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ ആൻറ്റി കൊയാഗുലൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നതും അത് ഏതൊക്കെ ടെസ്റ്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതുള്ള ചാർട്ട് കംപ്ലീറ്റ്ലി നമ്മൾ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ നോക്കി ഇത് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് CSF സാമ്പിൾ കളക്ഷൻ ആണ്, ദാറ്റ് ഈസ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സാമ്പിൾ കളക്ഷൻ. ഇറ്റ് ഈസ് ഡൺ ഇൻ എ മെത്തേഡ് കാൾഡ് ലംബാർ പങ്ക്ചർ ഓർ സ്പൈനൽ ടാപ്പ്. ദ നീഡിൽ ഈസ് ഇൻസർട്ടഡ് ടു ദ സബ് അരക്കനോയിഡ് സ്പേസ്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ അരക്കനോയിഡ് ആൻഡ് പിയ മാറ്റർ ഫോർ മാക്സിമം ഫ്ലോ ഓഫ് CSF. ഇവിടെ CSFൻ്റെ ഫ്ലോ മാക്സിമം ആണ്, അതുകൊണ്ടാണ് നമ്മൾ അരക്കനോയിഡ് ആൻഡ് പിയ മാറ്ററിന് ഇടയ്ക്കുള്ള സബ് അരക്കനോയിഡ് സ്പേസിലോട്ട് നീഡിൽ ഇൻസർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻക്രീസ്ഡ് ICP, ദാറ്റ് ഈസ് ഇൻട്രാക്രീനിയൽ പ്രഷർ കൂടുതലുള്ള പേഷ്യൻസിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, CSF സാമ്പിളിങ് ചെയ്യില്ല, കാരണം അവർക്ക് സെറിബ്രൽ ഹെർണിയ വരും. ഇനി നോർമൽ CSF പ്രഷർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 to 15 mm ഓഫ് Hg. നോർമൽ ഇൻട്രാക്രീനിയൽ പ്രഷർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡൾട്ട്സിന് 7 to 15 mm ഓഫ് Hg, അല്ലെന്നുണ്ടെങ്കിൽ 10 to 20 cm ഓഫ് H2 ആണ്. ചിൽഡ്രൻസിന് 5 to 10 mm ഓഫ് Hg ആണ്. ഇൻഫൻസിന് ലെസ് ദാൻ 7 mm ഓഫ് Hg ആണ്. ഇതാണ് ICPയുടെ നോർമൽ വാല്യൂസ് എന്ന് പറയുന്നത്. സോ ICP ഇൻക്രീസ്ഡ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിന് നമ്മൾ എങ്ങനെ CSF സാമ്പിളിങ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ടെക്നിക്കാണ് സിസ്റ്റേണൽ പങ്ക്ചർ എന്ന് പറയുന്നത്. അതായത് സിസ്റ്റേണൽ മാഗ്ന എന്ന് പറയുന്ന പ്ലേസിലോട്ട്, അതായത് നീഡിൽ ഇൻസേർട്ട് ജസ്റ്റ് ബിലോ ദ ഓക്സിപിറ്റൽ ബോൺ അല്ലെങ്കിൽ സബ് ഓക്സിപിറ്റൽ ഏരിയയിലോട്ട് നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ CSF സാമ്പിൾ ഇൻക്രീസ്ഡ് ICP ഉള്ള പേഷ്യൻസിന് വിഡ്രോ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സിസ്റ്റേണൽ പങ്ക്ചർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ആയിട്ടുള്ള ഇൻക്രീസ്ഡ് ICPയും അതിൻ്റെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നോക്കി. അതുപോലുള്ള കുറച്ച് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ് അക്യൂട്ട് സ്പൈനൽ കോഡ് ട്രോമ, കൊയാഗുലോപ്പതി ആൻഡ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ലെസ് ദാൻ 20,000, സെറിബ്രൽ ഹെർണിയേഷൻ ആൻഡ് നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് ഒബ്സ്ട്രക്റ്റഡ് ഹൈഡ്രോസെഫാലസ്. നെക്സ്റ്റ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന നീഡിൽ അല്ലെങ്കിൽ ലംബാർ പങ്ക്ചർ ഓർ സ്പൈനൽ നീഡിൽ, ഇതിൻ്റെ നീഡിൽ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അഡൾട്ട്സിന് 20 to 22 ഗോജും ചിൽഡ്രൻസിനും ഇൻഫൻസിനും 23 to 25 ഗോജുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനോമീറ്റർ വെച്ചിട്ട് CSF പ്രഷർ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇത് വിഡ്രോ ചെയ്യാനായിട്ട്.
മെയിൻലി നമ്മൾ 3 വയൽസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്പെസിമെൻ കളക്ഷൻ ചെയ്യുന്നത്. 3 വയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്ടീരിയൽ, സൈറ്റോളജിക്കൽ ആൻഡ് വൈറൽ എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടാണ്. ഓരോ വയൽസിലും ഒരു 3 ml വെച്ചിട്ട് കിട്ടുന്ന രീതിയിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, CSF ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യുക. ലോക്കൽ അനസ്തേഷ്യ ആയിട്ടുള്ള 2% സൈലോക്കിൻ ജെൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പേഷ്യൻറ്റ് പൊസിഷനിങ് ആണ്. ഡ്യൂറിങ് ദ പ്രൊസീജിയർ നമ്മൾ പേഷ്യൻറ്റിനെ ലെഫ്റ്റ് ലാറ്ററൽ റെക്കോമിനൻറ്റ് പൊസിഷൻ അല്ലെങ്കിൽ C ഷേപ്ഡ് പൊസിഷൻ, ഇതാണ് മോസ്റ്റ് കറക്റ്റ് ആൻസർ, ആണ് നമ്മൾ പേഷ്യൻറ്റിനെ എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി നോർമൽ ഫീറ്റൽ ഫ്ലെക്ഷൻ ആറ്റിറ്റ്യൂഡ്, ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി യൂഷ്വലി C ഷേപ്ഡ് പൊസിഷൻ ഈസ് യൂസ് ടു മെഷർ ഓപ്പണിംഗ് CSF പ്രഷർ. CSF പ്രഷർ നോക്കാനും നമ്മൾ ഈ പൊസിഷൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഇൻ കേസ് നമ്മൾ പ്രിക്ക് ചെയ്യുമ്പോൾ, അല്ലാതെ നമ്മൾ ലംബ പങ്ക്ചർ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡി CSF ആണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നീഡിൽ വിത്ഡ്രോ ചെയ്യുക. നമ്മൾ CSF അനാലിസിസ് ആണ്, അതായത് നോർമൽ CSFിലുള്ള കണ്ടൻസും അതുപോലെ തന്നെ അബ്നോർമാലിറ്റി ഫൈൻഡ് ചെയ്താൽ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണെന്നുള്ളതാണ് നമ്മുടെ സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ട്. സോ അത് വ്യക്തമായിട്ട് നിങ്ങൾ നോക്കി അത് നോട്ട് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യുക. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് CSF ലംബ പങ്ക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നോസറിൽ ഫ്രീക്വൻ്റ്ലി കണ്ടുവരുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരുന്നൊരു ടോപ്പിക്കാണ്. സോ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾ കണ്ടു തന്നെ പഠിക്കുക. ലംബ പങ്ക്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നെക്സ്റ്റ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് പോസ്റ്റ് ഡ്യൂറൽ പങ്ക്ചർ ഹെഡേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്ക്. അതായത് പേഷ്യൻറ്റിന് ലംബാർ പങ്ക്ചറിന് ശേഷം ഹെഡേക്ക് വരാൻ ചാൻസ് ഉണ്ട് എപ്പോൾ പേഷ്യൻ്റെ ഹെഡ് എലിവേറ്റ് ആയി കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻസിനെ എന്ത് ചെയ്യണം, പ്ലേസ് ദ പേഷ്യൻറ്റ് ഇൻ supine or flat position for 2 to 3 hours and avoid elevation of the head for more than 6 hours. 6 മണിക്കൂറിൽ ആ പേഷ്യൻ്റെ ഹെഡ് എലിവേറ്റ് ആവാതെ നോക്കുക. ഒരു 2 to 3 hours ഉറപ്പായിട്ടും പേഷ്യൻറ്റിന് സ്ട്രിക്റ്റ് സുപ്പൈൻ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി പേഷ്യൻറ്റിന് ഇൻ കേസ് കംപ്ലയിൻറ്റ് ഓഫ് ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് അപ്പോഴേ തന്നെ നമ്മൾ ട്രെൻഡലൻബർഗ് പൊസിഷൻ എടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CSF ഫ്ലോ അത് ഇൻക്രീസ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക. സോ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് ലംബ പങ്ക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ഡ്യൂറൽ പങ്ക്ചർ ഹെഡേക്ക് ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് കോമൺ കോസ് ഓഫ് പോസ്റ്റ് ഡ്യൂറൽ പങ്ക്ചർ ഹെഡേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈനൽ അനസ്തേഷ്യ വിത്ത് ഡ്യൂറ കട്ടിങ് ആൻഡ് തിക്കർ നീഡിൽ. തിക്കർ നീഡിൽ യൂസ് ചെയ്താലാണ് മെയിൻലി ഈ പ്രോബ്ലം വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ലംബാർ പങ്ക്ചർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് നമ്മൾ റൊട്ടീൻലി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതായത് ഹാൻഡ് വാഷിങ്, യൂണിവേഴ്സൽ പ്രിക്കോഷൻസ്, ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നിങ്ങൾ ഓർമ്മയിൽ വേണം. എങ്കിൽ പോലും ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം ഇതിൽ നിന്ന് പോകാനായിട്ട്. സോ ദിസ് മച്ച് ഫോർ ടുഡേയ്സ് സെഷൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ, കാരണം ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ടേബിൾസ് ഉണ്ട്. സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി നോട്ട്സ് കീപ്പ് ചെയ്ത് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഇത് മാറിപ്പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ നമുക്ക് ബാലൻസ് ആയിട്ടുള്ള സ്പ്യൂട്ടവും സ്റ്റൂളും അതുപോലെ തന്നെ യൂറിനും നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് നോക്കാം. സോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.